വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോഴും ലോകമെമ്പാടും കളക്ഷനിലെ കുതിപ്പ് തുടർന്ന അല്ലു അർജുൻ ചിത്രം പുഷ്പ 2 റിലീസ് ചെയ്ത് വെറും 6 ദിവസത്തിനുള്ളിൽ അതിവേഗം 1000 കോടി ക്ലബിൽ കയറി റെക്കോർഡിട്ട പുഷ്പ 1032 കോടിയുമായിട്ടാണ് ഒരാഴ്ച പിന്നിടുമ്പോൾ കുതിപ്പ് തുടരുന്നത്. പുഷ്പയുടെ ആദ്യ ഭാഗം വേൾഡ് വൈഡായി നേടിയതാകട്ടെ 393 കോടി രൂപയായിരുന്നു. ഈ തുക 2 ദിവസം കൊണ്ടാണ് രണ്ടാം ഭാഗം മറികടന്നത്. ആദ്യ ദിനം തന്നെ ആഗോളതലത്തിൽ 294 കോടിയും ഇന്ത്യയിൽ നിന്ന് മാത്രമായി 164 കോടിയും നേടിയെന്നാണ് കണക്കുകൾ. തിയേറ്ററുകളിലെ പുഷ്പ 2വിൻ്റെ തേരോട്ടത്തിൽ ഇന്ത്യൻ സിനിമയിലെ നിരവധി റെക്കോർഡുകളാണ് പഴങ്കഥകളായത്. ഇന്ത്യൻ സിനിമയിൽ 1000 കോടി ക്ലബിലെത്തുന്ന 8ാമത്തെ ചിത്രമായ പുഷ്പയ്ക്ക് ഇതിനായി വേണ്ടി വന്നത് വെറും 6 ദിവസം മാത്രമാണ്. 10 ദിവസം കൊണ്ട് 1000 കോടി ക്ലബിലെത്തിയ ബാഹുബലി 2 അടക്കം മറ്റ് 7 ചിത്രങ്ങളെയാണ് പുഷ്പ പിന്നിലാക്കിയത്. കൽക്കി, KGF 2, RRR എന്നിവ 16 ദിവസം കൊണ്ടും ജവാൻ 18 ദിവസം കൊണ്ടും പത്താൻ 27 ദിവസം കൊണ്ടുമാണ് 1000 കോടി എന്ന നേട്ടം നേരത്തെ കരസ്ഥമാക്കിയിരുന്നത്. 2070 കോടി നേടിയ ആമിർ ഖാൻ ചിത്രം ദംഗലാണ് കളക്ഷനിൽ മുന്നിലുള്ളതും. ഷാറുഖ് ഖാന്റെ 1055 കോടി നേടിയ പത്താൻ, 1160 കോടി നേടിയ ജവാൻ എന്നീ ചിത്രങ്ങളെ പുഷ്പ 2 ദിവസങ്ങൾക്കകം മറികടക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ നിരീക്ഷണം. ഇന്ത്യയിൽ നിന്ന് മാത്രം ഇതിനകം 687 കോടിയാണ് പുഷ്പ 2 നേടിയത്. ലോകത്തൊട്ടാകെ 12500-ലധികം വരുന്ന സ്ക്രീനുകളിലായാണ് 6 ഭാഷകളിലായി പുഷ്പ 2 പ്രദർശനത്തിനെത്തിയത്. തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദി, കന്നഡ, ബംഗാളി എന്നീ ഭാഷകളിലെത്തിയ ചിത്രത്തിന്റെ പ്രീ സെയിലിൽ നിന്ന് മാത്രം ചിത്രം 100 കോടി നേടിയിരുന്നു. മൈത്രി മൂവി മേക്കേഴ്സും സുകുമാർ റൈറ്റിംഗ്സുമാണ് ഈ ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. വൻ പ്രൊമോഷൻ ക്യാമ്പയിനുകൾ ചിത്രത്തിനായി അരങ്ങേറിയെങ്കിലും നിരവധി ഹെയ്റ്റ് കമന്റ്സും ക്യാമ്പയിനിങ്ങും സമൂഹ മാധ്യമങ്ങളിൽ പുഷ്പ 2വിനെതിരെ ഉയർന്നിരുന്നു. പുഷ്പ 2 പ്രീമിയർ ഷോയ്ക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട യുവതി മരിച്ച സംഭവം വലിയ വിവാദമായിരുന്നു. ഡിസംബർ 4 ബുധനാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. പ്രീമിയർ ഷോ നടക്കുന്ന ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ അല്ലു അർജുൻ എത്തിയതിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് 35-കാരിയായ രേവതിക്ക് ജീവൻ നഷ്ടമായത്. സംഭവത്തിൽ ഇവരുടെ മകനും പരിക്കേറ്റിരുന്നു. തുടർന്ന് അല്ലു അർജുനും അദ്ദേഹത്തിന്റെ സുരക്ഷാ ജീവനക്കാർക്കും തിയേറ്റർ ഉടമകൾക്കുമെതിരെ പോലീസ് കേസെടുത്തു. മരിച്ച രേവതിയുടെ കുടുംബം നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. ഇതിനെതിരെ അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അല്ലു അർജുനും കോടതിയെ സമീപിച്ചിരുന്നു. കൂടാതെ മരണമടഞ്ഞ യുവതിയുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ധനസഹായവും താരം വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ അവിടം കൊണ്ടും തീർന്നില്ല. ചിത്രത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് സൈബറിടത്തിൽ പിന്നീട് കണ്ടത്. പ്രമുഖരുൾപ്പെടെ ചിത്രത്തിനെതിരെ രംഗത്തെത്തി. നടൻ സിദ്ധാർത്ഥാണ് അക്കൂട്ടത്തിൽ ഒരു പ്രമുഖൻ. ചിത്രത്തിന് ആള് കൂടുന്നത് വലിയ കാര്യമൊന്നുമല്ല എന്നായിരുന്നു സിദ്ധാർത്ഥിന്റെ പരാമർശം. നിർമ്മാണ ജോലിക്കായി ഒരു JCB കൊണ്ടുവന്നാൽ പോലും ആള് കൂടുമെന്നാണ് സിദ്ധാർത്ഥ് പറഞ്ഞത്. തമിഴ് യൂട്യൂബർ മദൻ ഗൗരിയുമായി നടത്തിയ അഭിമുഖ പരിപാടിക്കിടെയായിരുന്നു സിദ്ധാർത്ഥിന്റെ പരാമർശം. പുഷ്പ 2വിന്റെ ട്രെയിലർ ലോഞ്ചിന് നവംബറിൽ ബീഹാറിലുണ്ടായ ആൾക്കൂട്ടത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു സിദ്ധാർത്ഥിന്റെ മറുപടി. അത് മാർക്കറ്റിംഗ് ആണ്. ഇന്ത്യയിൽ ആൾക്കൂട്ടമുണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിർമ്മാണ ജോലിക്കായി ഒരു JCB കൊണ്ടുവന്നാൽ പോലും ആള് കൂടും. അതുകൊണ്ട് ബീഹാറിൽ ആൾക്കൂട്ടമുണ്ടാവുന്നത് വലിയ കാര്യമൊന്നുമല്ല. ഇന്ത്യയിൽ ക്വാളിറ്റിയും ആൾക്കൂട്ടവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മറിച്ചായിരുന്നെങ്കിൽ ഇന്ത്യയിൽ എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമായിരുന്നു. ഞങ്ങളുടെ കാലത്ത് ബിരിയാണിയും ക്വാർട്ടർ പാക്കറ്റും മദ്യത്തിനും വേണ്ടിയായിരുന്നു ആൾക്കൂട്ടമുണ്ടായിരുന്നതെന്നും സിദ്ധാർത്ഥ പറഞ്ഞു. ബോളിവുഡ് സംവിധായകൻ വിക്രമാദിത്യ മൊട്ട്വാനിയാണ് ഇക്കൂട്ടത്തിലെ 2ാമത്തെ പ്രമുഖൻ. പുഷ്പ 2വിന് ഒരു മൾട്ടിപ്ലക്സിൽ ദിവസേന 36 ഷോകൾ ലഭിക്കുന്നുവെന്നും എന്നാൽ പായൽ കബാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിന് തിയേറ്ററുകൾ ലഭിക്കുന്നില്ലെന്നുമാണ് വിക്രമാദിത്യ മൊട്ട്വാനിയുടെ വിമർശനം. പായലിന്റെ നേട്ടം നമ്മൾ തള്ളിക്കളയും. ആ സിനിമ ആളുകളിലേക്ക് എത്താൻ നമ്മൾ സമ്മതിക്കില്ല. എന്നാൽ മറ്റൊരു സിനിമയ്ക്ക് മൾട്ടിപ്ലക്സിൽ ഒരു ദിവസം തന്നെ 36 ഷോകൾ നമ്മൾ നൽകുകയും ചെയ്യും. അഭിനന്ദനങ്ങൾ എന്നാണ് വിക്രമാദിത്യ മൊട്ട്വാനി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ക്ഷത്രിയ കർണി സേനാ നേതാവ് രജപുത് ഷെഖാവത്ത് രംഗത്തെത്തിയതാണ് ഏറ്റവും ഒടുവിലെത്തിയത്. ചിത്രത്തിൽ ഷെഖാവത്ത് എന്ന കഥാപാത്രത്തിന്റെ പേര് വില്ലന്റെ കുടുംബ പേരായി ഉപയോഗിച്ചതിൽ രജപുത്ര നേതാക്കൾ രോഷാകുലരാണെന്നും ഇതിലൂടെ ക്ഷത്രിയ സമുദായത്തെ അപമാനിച്ചുവെന്നുമാണ് രജപുത്തിന്റെ ആരോപണം. നടൻ ഫഹദ് ഫാസിലാണ് പുഷ്പയുടെ 2 ഭാഗങ്ങളിലും ഭൻവാൻ സിംഗ് ഷെഖാവത്ത് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഷെഖാവത്ത് എന്ന വാക്കിന്റെ ആവർത്തിച്ചുള്ള ഉപയോഗത്തിലൂടെ ക്ഷത്രിയ സമുദായത്തെ അപമാനിച്ചെന്നാരോപിച്ച് സിനിമയിൽ നിന്ന് ആ വാക്ക് നീക്കം ചെയ്യണമെന്ന് രജപുത് പുഷ്പയുടെ നിർമ്മാതാക്കളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഷെഖാവത്ത് എന്ന കഥാപാത്രത്തെ സിനിമയിൽ മോശമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ക്ഷത്രിയർക്ക് അത് അപമാനമാണ്.
തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ കർണിസേന അണിയറ പ്രവർത്തകരെ വീട്ടിൽ കയറി തല്ലുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. ആദ്യ ദിനം തന്നെ ചിത്രത്തിന് അത്ര നല്ല അഭിപ്രായമല്ല സിനിമാ നിരൂപകർ നൽകിയത്. എങ്കിലും എല്ലാ വിവാദങ്ങളെയും അതിജീവിച്ച് ബോക്സ് ഓഫീസിലെ കുതിപ്പ് തുടരുമെന്ന് തന്നെയാണ് പുഷ്പ 2വിന്റെ ഇതുവരെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത്.